കൃഷിയിടങ്ങളിൽ പണിയെടുക്കുന്ന താഴ്ന്ന ജാതിക്കാർ കൃഷിഭൂമി പോലെ തന്നെ ഭൂവുടമയ്ക്ക് സ്വന്തമായിരുന്നു. അവരെ എപ്പോൾ വേണമെങ്കിലും അവർക്കിഷ്ടമുള്ള ഏത് രീതിയിലും കൈമാറ്റം ചെയ്യാനുള്ള പൂർണ്ണ അവകാശവും അതിനുള്ള അധികാരവും അവർക്കുണ്ടായിരുന്നു. അടിമകളായ മാതാപിതാക്കൾക്ക് പിറക്കുന്ന കുഞ്ഞുങ്ങൾ പോലും അടിമത്തത്തിലേക്കായിരുന്നു പിറന്നു വീഴുന്നത്. അവരെയും എപ്പോൾ വേണമെങ്കിലും വിൽക്കാനുള്ള പൂർണ്ണ അധികാരവും അവകാശവും ഭൂവുടമയ്ക്കുണ്ടായിരുന്നു. ഇത്തരത്തിൽ മനുഷ്യൻ ഒരു കച്ചവടച്ചരക്കായതോട് കൂടിയിട്ട് ദാരിദ്ര്യത്തെ അതിജീവിക്കാനായിട്ട് പാവങ്ങളായ താഴ്ന്ന ജാതിക്കാർ തങ്ങളുടെ കുഞ്ഞുങ്ങളെ വിൽക്കുന്നതിനെക്കുറിച്ച് ബാർബോസ് വിവരിച്ചിട്ടുണ്ട്. അതുപോലെ പഞ്ഞമാസങ്ങൾ തങ്ങളുടെ കുഞ്ഞുങ്ങളെ വിൽക്കുന്നതായിട്ട് അഞ്ചുതെങ്കിലും മറ്റ് തുറമുഖ പട്ടണങ്ങളിലുമൊക്കെ ആയിട്ട് തടിച്ചുകൂടുന്ന സാധാരണക്കാരെ കണ്ട് അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ടെന്ന് ബ്രിട്ടീഷ് സഞ്ചാരിയായിട്ടുള്ള ഹോബ്സ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ജാതിഭ്രഷ്ട് സംഭവിച്ചവരെ മുസ്ലിമിലെ ഉന്നതർക്കോ പ്രമാണിമാർക്കോ അടിമകളായി വിൽക്കുന്ന സമ്പ്രദായം കേരളത്തിൽ അക്കാലത്ത് വ്യാപകമായിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ബ്രാഹ്മണാധിപത്യ കാലത്ത് ആര്യന്മാരായ ബ്രാഹ്മണരുടെ കൗശലമായിരുന്നു. ആര്യന്മാരും അനാര്യന്മാരും തമ്മിലുള്ള വ്യത്യാസം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് വർണ്ണവ്യത്യാസം എന്തെന്ന് പോലും അറിയാത്ത അക്കാലത്തെ കേരളത്തിലെ സമൂഹത്തിന് മുന്നിൽ അവർ വർണ്ണവ്യത്യാസം കൊണ്ടുവരികയും ജാതി വ്യവസ്ഥ സൃഷ്ടിക്കുകയും അത് അടിമത്തത്തിലേക്ക് വഴിതെളിക്കുകയുമായിരുന്നു. ഇത്തരത്തിൽ പല പ്രാകൃതമായ രീതികളും സമ്പ്രദായങ്ങളുമൊക്കെ ഉണ്ട് നമ്മുടെ ഈ നാടിൻ്റെ ഭൂതകാലത്തിന്.